മോനെ, ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? പേറാൻ സെഫിയെ രണ്ടു പെറ്റു. റഹ്മാനായ തമ്പുരാൻ അതുങ്ങളുടെ ജീവൻ നിലനിർത്തിയില്ല. തരുന്നതും തരാതിരിക്കുന്നതും അവന്. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കും മോനെ. സഫിയ, കരയരുത്. പഠിച്ചവൻ എനിക്കൊരു കുഞ്ഞിനെ തരൂല്ല. എന്താണത്? ഒരു ചിത്രം. ആരുടെ? മഹാനായ ലെനിൻ ചിത്രം. അതെ, ലെനിന്റെ വീട്ടിൽ കൊണ്ടുപോയി തൂക്ക്. ഇവിടെ ഒക്കെ ഇല്ല. ഈ ഗുരുദേവന്റെ ചിത്രം ഇരിക്കുന്നിടത്ത് ഒരു നിരീശ്വരവാദിയുടെ ചിത്രം തൂക്കാൻ ഞാൻ സമ്മതിക്കില്ല. യശോദേ, ലെനിനും ഗുരുദേവനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ലേ? ഇല്ല. രണ്ടുപേരും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന് ദൈവമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ്. ഒരാൾ മതത്തിനകത്ത് നിന്നത് പറഞ്ഞു, മറ്റാൾ പുറത്ത് നിന്ന്. ആ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും ഈ ചുമരിൽ ഇത് തൂക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതും അവിടെ തൂങ്ങി കിടക്കട്ടെടി. കുഞ്ഞുങ്ങൾ എവിടെ? അകത്തുണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാം. മോളെ ആമിന, ആമിന, ദയവായിട്ടൊന്ന് കൊടുക്കണേ. ഈ തലത്തിൽ നമ്മുടെ സമുദായക്കാര് പറയുന്നത് അറിയാൻ കേൾക്കുന്നു. എന്തോന്നാ പറയുന്നത്? നമ്മുടെ ഒരു കുഞ്ഞ് ഇതുപോലെ ഒരു മുസ്ലിം വീട്ടിൽ വളർന്നാൽ നമുക്കിഷ്ടമാവും. മക്കളകത്ത് പോ. നീ എന്തോന്നാ പറഞ്ഞത്? അതുപോലെ അവളുടെ സമുദായക്കാരുടെ വികാരം നാം കാണണ്ടേ? ഇനി ആ കുട്ടി വളരാൻ പോവാണ്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അവളൊന്നും ഈ വയസ്സിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുമെന്ന്. ഇടാ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇതെന്റെ സ്വന്തം കാര്യമാണ്. അല്ല, എന്നോടൊന്നും തോന്നണ്ട. ഞാൻ കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. അളിയനായണ്ട് ആർക്കും വന്നു പറയാൻ പേടിയാ. ഒരാളെ ഇരിക്കണം. ഒരാളെ ഇരുന്നാട്ടെ. മുതലാളി ഇങ്ങോട്ട് വന്നതും അത് കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് പറയേണ്ടത്? എന്റെ ഭാര്യ 2 പ്രസവിച്ചു. 2നെയും പടച്ചവും കൊണ്ടുപോയി. കൃഷ്ണൻ എന്നോട് അല്പം ദയ കാണിക്കാമോ? ആമിനെ എനിക്ക് തരൂ. ഞാൻ അവളെ എന്റെ സ്വന്തം മോളെ പോലെ വളർത്തിക്കൊള്ളാം. അളിയ, വളരെ നല്ല കാര്യമാണ്. കൊച്ചുമുതലാളി, എന്റെ ജീവനാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ തരില്ല. കൃഷ്ണ, അനാഥാലയത്തിൽ പോയാൽ എത്രയോ കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങോട്ട് ചെല്ലൂ. എന്തുകൊണ്ടോ ആമിനെ തന്നെ വേണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സാധ്യമല്ല. മുതലാളി പൊയ്ക്കുള്ളൂ. ഞാൻ യാചിക്കുകയാണ് കൃഷ്ണ. യാചിക്കുകയല്ല, കാല് പിടിച്ചാൽ പോലും ഞാൻ തരില്ല. എനിക്ക് അവളെ ഒന്ന് കാണാമോ? ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളതാ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാണ് അളിയന്റെ ലോകം. ഇനി അവൾക്കൊരു ബാപ്പ ഉണ്ടെങ്കിൽ അയാൾ വന്ന് ചോദിച്ചാൽ പോലും അളിയൻ കൊടുക്കുമെന്ന് തോന്നില്ല. വേണ്ട മുതലാളി, എന്റെ കഴിവിനൊത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം. അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കുന്നുണ്ട്. കൃഷ്ണ, ഞാൻ സ്നേഹത്തിന്റെ പേരിലാണ് ഇത് തരുന്നത്. എന്തിന്റെ പേരിലായാലും ശരി, എനിക്കും എന്റെ മോക്കും ഇതാവശ്യമില്ല. എന്താ ആമിനെ എവിടെ? അവളെ കാണുന്നില്ല. എന്നിട്ട് നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു അല്ലേടാ? എവിടെയായിരുന്നു? നീ ഒറ്റയ്ക്ക് പോകണം ചേട്ടാ.
കേൾക്കുന്നില്ല അബ്ദുള്ള. അല്ല പായന്മാര് ചതിച്ചാണ്. എന്തായാലും ഇത് ആണുങ്ങൾക്ക് യോജിച്ച പണിയല്ല. ഒരു കൊച്ചു കുഞ്ഞിനെ കട്ടോണ്ട് പോക്കി ഇതുകൊണ്ട് ഈ കാര്യം എല്ലാം ചെരിപ്പിടുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നോക്കിക്കളയാം. അതാ കൃഷ്ണേട്ടൻ വരണ്ട. അബ്ദുള്ള, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. നിങ്ങൾ ബേജാറാവില്ല കൃഷ്ണേട്ടാ. നിങ്ങളുടെ മോള് എവിടെയും പോയില്ല. നിങ്ങളത് പരീക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു തമാശ കാണിച്ചത്. കേൾക്കേണ്ടവർ കേട്ടുകൊള്ളുന്നതാ. ഞാൻ കൊന്നിട്ടുള്ളവരാണ്, ഇനിയും കൊല്ലും. കൃഷ്ണനോ, എന്തൊക്കെയാണ് വിശേഷം? വിശേഷം പെരുന്നാളല്ലേ മുതലാളി. എന്റെ മോൾ ആമനയ്ക്ക് തുണി വാങ്ങിക്കാൻ വന്നതാ. ഓഹോ, പെരുന്നാളാണല്ലോ, കാശിനൊക്കെ ബുദ്ധിമുട്ട് കാണും. ഇതാ ഈ കാശ് വെച്ചു. അയ്യോ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കാശൊന്നും ആവശ്യമില്ല മുതലാളി. ഈ മോളെ ആമിന, അവള് നിസ്കരിക്കുക. ഓഹോ, അച്ഛാ. ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ മോളെ. എന്നാലിതാ. അച്ഛാ, ഞാൻ പോയി വാങ്ങിക്കുകയാണെങ്കിലും ഇത് തന്നെ വാങ്ങിക്കും. എന്റെ മോൻ ഇഷ്ടമാ എന്റെ ഇഷ്ടം, മനസ്സിലായോ? എന്റെ അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ആ അതൊക്കെ ഇരിക്കട്ടെ, നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും പറഞ്ഞാൽ പോരാ, തോറ്റിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാലോ? എന്റെ മോള് തോറ്റത്തിൽ അവൾ ഇതുവരെ തോറ്റിട്ടുണ്ടോ ചേട്ടാ? ആ നീ അങ്ങ് അകത്ത് കൊണ്ട് ചെയ്യാതല്ലേ. ദേവേട്ടാ, ദേവേട്ടാ, എന്റെ പെരുന്നാളിന്റെ ഡ്രസ് വേണ്ട. ദേവി, നീ എന്നെ മറന്നേ. നിന്റെ സ്നേഹത്തിന് പാത്രമാവാൻ ഞാൻ അർഹനല്ല. ദേവേട്ടാ, നീ ആകാശത്തിലെ വെള്ളി നക്ഷത്രമാണ്, ഞാൻ പൂഴുമണ്ണിലെ പുൽക്കൊടിയും. അമ്മായി, അമ്മായി, ദേവേട്ടന് ഭ്രാന്താണ്. ഞാൻ നാടകത്തിന്റെ കാര്യം പറയുകയല്ലേ. നാടകത്തിന്റെ കാര്യമാണോ? എഴുതി തീർന്നോ? ഇല്ല, ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണ്. എന്താ അത്? സാമ്പത്തിക അസമത്വം നായികന്മാരെ അകറ്റി നിർത്തുന്നു. ഞാൻ എങ്ങനെ ഈ കഥ എഴുതി അവസാനിപ്പിക്കും? അവരുടെ അച്ഛനമ്മമാരുടെ മനസ്സ് മാറ്റണം. അത് മാറില്ല. എന്നാ അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോട്ടെ. അവർ കഷ്ടപ്പെട്ടു പോകും. അവൾ അതിന് തയ്യാറുമല്ല. പിന്നെ എന്താ ചെയ്യാ? നീ തന്നെ പറ. ഒരു വഴിയുണ്ട് ദേവേട്ട, നായകനെ പണക്കാരനാക്കണം. അതെങ്ങനെ? ലോട്ടറിയിൽ 5 ലക്ഷം രൂപയുടെ 1ാം സമ്മാനം കിട്ടുന്നു. അമ്മായി, അമ്മായി, എന്താ ഇവിടെ? എന്താടാ? അമ്മായി, ദേവേട്ടന്റെ നാടകം കോളേജിൽ കളിക്കാൻ പോകുന്നു. നീ നാടകം എഴുതുന്നു? നിന്റെ നാടകം കളിക്കാൻ പോകുന്നു? അതേമ്മേ, എല്ലാ മാതാപിതാക്കളും സ്വന്തം മകൻ ഒരു സാഹിത്യകാരനായി തീരുന്നുവെന്ന് ആദ്യം അറിയുമ്പോ അമ്പരന്ന് പോകാറുണ്ട്. കേട്ടോ നിങ്ങള്? കേട്ടോ? മോൻ നാടകം കളിക്കാൻ പോണു പോലും. ഓഹോ, കേട്ടോണ്ട് തന്നെ. അവൻ എന്റെ മോനാ. അവൻ നാടകമല്ല, വേണ്ടി വന്ന അവർ തുടങ്ങിയല്ലേ അച്ഛനും അമ്മയും കൂടി. ഇടാ, ഈ വഴക്ക് ഇന്ന് തന്നെ തുടങ്ങിയല്ല. നിന്റെ അമ്മയുടെ കഴുത്തിൽ താലി പച്ച നിമിഷം തുടങ്ങിയതാ. ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ